ലെസ്ലി നീൽസൺ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നേക്കഡ് ഗൺ ഫിലിം സീരീസ് അതിൻ്റെ സ്പൂഫ് സ്വഭാവത്തിന് പേര് കേട്ടിട്ടുള്ളതാണ്. വേർഡ് പ്ലേ കൊണ്ടുള്ള ഹ്യൂമറും പിന്നെ പോപ്പ് കൾച്ചർ റെഫറൻസുകളും ഉള്ള ആ സിനിമകൾ അനായാസം കണ്ടിരിക്കാവുന്ന സ്ട്രെസ് ബസ്റ്റർ കോമഡികളിൽ പെടുന്നതാണ്. ഇന്നും നമ്മൾ കാണുന്ന പല റീലുകളിലും മീമുകളിലും ആ ഫ്രാഞ്ചൈസിലെ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം ആ ഫ്രാഞ്ചൈസിൽ പുതിയൊരു സിനിമ വന്നിരിക്കുകയാണ്. ഇത്തവണ നായകനാവുന്നത് ലിയാം നീസൺ ആണ്. ഓവർ ദ ടോപ്പ് ഹീറോയിസം കാണിക്കുന്ന എല്ലാ മുഖ്യധാരാ സിനിമകളിലെ ക്ലീഷകളെയും പാരഡി സ്വഭാവത്തിൽ റോസ്റ്റ് ചെയ്യുന്ന ഈ സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാനുമുണ്ട്, വെറും 85 മിനിറ്റിൽ പറയാനുള്ളത് പറഞ്ഞു തീർക്കുന്നുമുണ്ട്. പഴയ ഫ്രാങ്ക് ഡ്രബിന്റെ മകനായിട്ടുള്ള ഫ്രാങ്ക് ഡ്രബിൻ ജൂനിയർ ആണ് നമ്മുടെ ഹീറോ. അച്ഛനെ പോലെ തന്നെ അയാളും പോലീസ് സ്ക്വാഡിലെ ഒരു അംഗമാണ്. ഒരു ഘട്ടത്തിൽ ഒരു ടെക്കിയുടെ മരണത്തിന്റെ ദുരൂഹത കണ്ടെത്തുക എന്നത് ഫ്രാങ്കിന്റെ ഡ്യൂട്ടി ആയിട്ട് മാറുന്നു. രാജ്യത്തെ പ്രധാന EV നിർമ്മാതാവായിട്ടുള്ള റിച്ചാർഡ് കെയ്ൻ സംശയത്തിന്റെ നിഴലിൽ വരുന്നു. അയാൾക്കെതിരെയുള്ള ഇൻവോൾവ്മെന്റ് കണ്ടെത്താനുള്ള ഫ്രാങ്കിന്റെ ശ്രമങ്ങളാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ സിനിമയുടെ പ്ലോട്ട് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വേറൊന്നും കൊണ്ടല്ല, പ്ലോട്ട് എന്ന് പറയുന്ന സാധനത്തിന് ഇവിടെ കാര്യമായ പ്രസക്തി ഒന്നുമില്ല. ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഈ സിനിമയ്ക്ക് പിറകിലുള്ളൂ. ഹോളിവുഡിൽ വരുന്ന സൂപ്പർ കോപ്പ്, സൂപ്പർ ഏജന്റ് ടൈപ്പ് സിനിമകളിലെ അപ്രായോഗികമായ പലതിനെയും പരിഹസിക്കുക. ഈ ഫ്രാഞ്ചൈസിലെ അവസാന സിനിമ ഇറങ്ങിയത് ഏതാണ്ട് 3 ദശാബ്ദങ്ങൾക്ക് മുന്നേ ആയതുകൊണ്ട് റോസ്റ്റ് ചെയ്യാൻ അവർക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് കിടക്കുന്നുണ്ട്. ഒരു ഹാർഡ് ഡ്രൈവ് പോലത്തെ സാധനം ഒരു വില്ലൻ കഥാപാത്രം കൈക്കലാക്കുന്ന സ്ഥലത്താണ് പടം തുടങ്ങുന്നത്. ആ ഡിവൈസിന് അവന്മാരിട്ടിട്ടുള്ള പേര് പ്ലോട്ട് ഡിവൈസ് എന്നാണ്. തിരക്കഥാ രചനയിൽ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന പ്രധാന സംഗതികൾക്ക് പറയുന്ന പേരാണ് പ്ലോട്ട് ഡിവൈസ്. അങ്ങനെ ആ ഒരു പോയിന്റ് മുതൽ പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുന്ന ഓരോ സീനിലും ഓവർ യൂസ് ചെയ്തിട്ടുള്ള ഫോർമുലകളെ ഒരു തരത്തിൽ ഈ സിനിമ എക്സ്പോസ് ചെയ്യുകയാണ്. റിവ്യൂ ചെയ്യുന്നത് തൊഴിലാക്കി എടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിലെ ചില കളിയാക്കലുകൾ കണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് ചിരിക്കുമ്പോൾ എവിടെയോ ഒരു ചെറിയ കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു. ഈ സിനിമയിലെ ഹ്യൂമറിനെ 4 കാറ്റഗറി ആയിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്ന്, സ്റ്റീരിയോ ടൈപ്പുകളെ കളിയാക്കുന്ന തരത്തിലുള്ളതാണ്. ഈ അമേരിക്കൻ കോപ്പ് ഫിലിംസിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാർ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നമ്മൾ കാണുന്നതാണ്. അതിനിവിടെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും രസകരമായ ഒരു ഇൻസ്റ്റൻസ് ഈ ഫ്രാങ്ക് ഡ്രബിൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന് ആരോ കാപ്പി കൊടുക്കുന്നത് പോലെ കാണിച്ചതാണ്. പിന്നെ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോൺ പൊട്ടിച്ച് കളയുന്ന പരിപാടിയെയും നന്നായിട്ട് കളിയാക്കി വിട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വേർഡ് പ്ലേ യൂസ് ചെയ്തിട്ടുള്ള തരം തമാശകളാണ്. ഒരു ഉദാഹരണത്തിന്, നായകനോട് ഒരു കഥാപാത്രം മേ ഐ നോ യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ പേര് പറയുന്നതിന് പകരം യെസ് യു മേ എന്നാണ് മറുപടി പറയുന്നത്. അതിനുശേഷം അങ്ങോട്ട് നടക്കുന്ന കോൺവെർസേഷനുകളും വളരെ സീരിയസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വേറെ ഒരു കാറ്റഗറി ഹ്യൂമർ എന്ന് പറയുന്നത് വിൻറ്റേജ് സ്പൂഫ് സിനിമകളിലെ സീനുകൾക്ക് ഒരു റെഫറൻസ് അല്ലെങ്കിൽ ട്രിബ്യൂട്ട് പോലെ വരുന്ന 1-2 സീനുകളാണ്. പിന്നീടുള്ളത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള നിലവിലെ അമേരിക്കൻ സാഹചര്യത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളെ കോമഡി ഉപയോഗിച്ച് പറയുന്നതാണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് താൻ പിറകിൽ നിന്ന് വെടിവെച്ച് കൊന്ന ഒരു വെളുത്ത വർഗ്ഗക്കാരനെ ഡ്രബിൻ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്ന കഥയാണ്. ടേക്കൺ എന്ന സിനിമയ്ക്ക് ശേഷം ഏറെക്കുറെ അതേ സ്വഭാവമുള്ള സ്പെഷ്യൽ ഏജന്റ് ടൈപ്പ് സിനിമകൾ തുടരെ ചെയ്യുന്ന ലിയാം നീസൺ ഇതുപോലൊരു കഥാപാത്രം ചെയ്യാൻ തീരുമാനിക്കുന്നത് തന്നെ സിനിമയെ കൂടുതൽ ഫണ്ണി ആക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഭരത്ചന്ദ്രൻ സിനിമകൾ ചെയ്തതിന് ശേഷം സുരേഷ് ഗോപി മിന്നൽ പ്രതാപനെ അവതരിപ്പിച്ചാൽ നമുക്ക് എന്ത് തോന്നുമോ ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ കിട്ടുന്നത്. പുള്ളിയുടെ സിനിമകൾ തന്നെ റെഫർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ലൈനുകൾ സിനിമയിൽ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഭാവിയിൽ സീക്വലുകളിൽ ഒരുപക്ഷെ അത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. പമേല ആൻഡേഴ്സൺ ആണ് ഫ്രാങ്ക് ഡ്രബിന്റെ ബോണ്ട് ഗേൾ ടൈപ്പ് പെയറായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. പോൾ വാൾട്ടർ ഹൗസർ ക്യാപ്റ്റൻ എഡ്ഹോക്കിന്റെ മകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. പ്രധാന വില്ലനെ അവതരിപ്പിച്ചിട്ടുള്ളത് ഡാനി ഹൂസ്റ്റൺ ആണ്. പുള്ളിയും ലിയാം നീസണും തമ്മിലുള്ള സീരിയസ് കോൺവെർസേഷനുകൾ ഉറക്കച്ചിരിക്കാനുള്ള വകുപ്പ് തരുന്നുണ്ട് പല സ്ഥലത്തും. ആഴ്ചയ്ക്ക് ഡെറിവേറ്റീവ് സ്വഭാവത്തിലുള്ള ഇവന്റ് ഫിലിമുകൾ ഇറങ്ങുന്ന നിലവിലെ സാഹചര്യത്തിൽ നേക്കഡ് ഗൺ പോലെ ഒരു സിനിമ റീബൂട്ട് ചെയ്യപ്പെടേണ്ടത് ഒരർത്ഥത്തിൽ അത്യാവശ്യമായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ആക്ഷൻ സ്റ്റാർ എന്ന നിലയിൽ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്തിട്ടുള്ള ലിയാം നീസൺ ഇങ്ങനെ ഒരു സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് റോള് ചെയ്യുന്നത് സിനിമയുടെ ഹ്യൂമറിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പുതിയ കാലത്തെ സിനിമകളിലെ പുതിയ തരം ക്ലീഷകളെ തിരക്കഥയിൽ ഉൾപ്പെടുത്തി ഡെഡ് പാൻ റോസ്റ്റിംഗ് നടത്തുന്ന ഒരു ഫൺ എന്റർടൈനറാണ് ഏറ്റവും പുതിയ ദ നേക്കഡ് ഗൺ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്